അയ്യോ, നമുക്ക് തേങ്ങ അങ്ങോട്ട് അടിച്ചപ്പി. നമ്മൾ പൂള കിഴങ്ങ് എന്തായി നോക്കാം. നല്ല ഉടഞ്ഞിട്ട് ഒന്ന് ഉടക്കട്ടെ. നമുക്ക് നോക്കിയാൽ നന്നായി ഉടഞ്ഞിട്ടോ കേട്ടോ. നമുക്ക് ഇങ്ങനെയൊക്കെ കഴിക്കാനാട്ടോ ഇഷ്ടം. അപ്പോൾ ഇനി നമ്മൾക്ക് ഇതാ 2ാം പാലും 1ാം പാലും ഈ പാലങ്ങോട്ട് ഒഴിച്ചിട്ട് ഇത് നമ്മൾ അരിച്ച് വെച്ചാട്ടോ. എന്നാലും നമുക്ക് തേങ്ങൻ്റെ ചേട്ടൻ്റെ ഇതൊക്കെ കാണാം. ഇളക്കിയാലോ. അങ്ങനെ നമ്മൾ 1ാം പാലിട്ട് നമ്മൾ ഇതൊന്ന് തുള്ളിക്കൊരു കുടം തേന്മാരി. ഇനി നമുക്ക് 2ാം പാലങ്ങോട്ട് ഒഴിച്ച് വാങ്ങി വെക്കാം. തിളക്കக்கூടാതെ. ഇതിന് എന്ത് പറയും? ഇപ്പോഴത്തെ ട്രെൻഡി പാൽക്കപ്പാന്ന് പറയും. നമുക്കിതിന് പൂളൻ്റെ ഇഷ്ടമെന്നും പറയാം. അപ്പം നമുക്കിത് അത്ര തുള്ളിയാൽ മതിട്ടോ. അങ്ങനെ നമ്മൾ ഇച്ചിരി മല്ലിയിലിട്ട് നമുക്കിനി ഇച്ചിരി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ മേലേക്ക് വറവ് വയ്ക്കും. അപ്പോൾ വറവ് വയ്ച്ചാൽ കുരുമുളക് അങ്ങനെ ഒന്ന് ചൂടായി. നമ്മൾ കടുകിട്ട് പൊട്ടുന്നു. ഇട്ട് കഴിഞ്ഞോ. അപ്പോൾ നമ്മൾ കുഞ്ഞുള്ളി ഇട്ട് വെച്ചു. അപ്പോൾ നമ്മൾ കഴുകി വെച്ച കറിവേപ്പില ഇട്ട്. അങ്ങനെ നമുക്ക് നമ്മളെ വറവ കുരുമുളകിൻ്റെ മുളയ്ക്ക് തന്നെ ഒഴിച്ചു. നമ്മളെ കറി ഇവിടെ റെഡി. ഇനി നമുക്ക് മുഖാമുഖം. ഓക്കെ. നമ്മുടെ ഉണ്ണിയേട്ടനെ കൊണ്ടുപോയി കൊടുക്കാം. ഉണ്ണിയേട്ടൻ അമ്പലത്തിൽ നിന്ന് വന്നിട്ടുണ്ട്. അതൊക്കെ ഇതാ. അപ്പയുടെ നമ്മുടെ അമ്മായിക്ക് അങ്ങോട്ട് നമ്മളെ കുക്കർ അതാ പോകണം. നമ്മുടെ അമ്മായിക്ക് കൊണ്ടുപോയി കൊടുക്കും. അമ്മായി അമ്പലം അടയ്ക്കാൻ പാടില്ല. ഉണ്ണിയേട്ടനായി നമ്മളെ രക്ഷാബേബിക്ക് ചപ്പാത്തി ഇവിടെ കൊണ്ടുപോയി പിച്ചിട്ട് വെച്ചിട്ടുണ്ട്. ചായയും ചപ്പാത്തിക്ക്. നമ്മുടെ മോന് ഇവിടെ കാസ്ട്രോൾ എടുത്ത് വെച്ചോ. ചോറ് വാർത്ത് വെച്ചു. ഇനി നമുക്ക് കഴിക്കാനുള്ളതാണിത്. നമ്മളെ പ്ലേറ്റ് ഇതാ. ഇതിനി കുക്കർ പിടിക്കണം. അടിയായി. പൊളിക്കാം. അങ്ങനെ നമ്മൾ ഇതിലേക്കൊരു പപ്പടം വെക്കും. നമുക്കുള്ളതാണ്. കുക്കർ കാലായി. ബാക്കി മോൻ്റെ കോപ്പയിലേക്ക് ഒഴിച്ചിച്ച്. ഇനി മേമ വന്നാൽ മേമയ്ക്ക് കൊടുക്കും. ഏറ്റവും അങ്ങോട്ട് പോയിട്ടാ മോനൊരു പാലക്കാട് കല്യാണത്തിന് പോകുന്നു. കല്യാണം നാളെ കേട്ടോ. പിന്നെ ടീ പാർട്ടി. എന്താ ഓന് ഇവിടെ നിന്ന് ഒന്നും അങ്ങോട്ടും പോകാൻ പറ്റൂല. പറയേ. ഇവനാണ് പ്രശ്നം. എൻ്റെ കുഞ്ഞിക്ക് പ്രശ്നമുണ്ടോ? നമ്മുടെ കുട്ടീൻ്റെ ഏട്ടൻ കേട്ടോ. അയ്യോ, കുട്ടിക്ക് ആര് പോയാലുണ്ട് വന്നാലുണ്ട് ഒരു പ്രശ്നമില്ല. കുട്ടി കുഞ്ഞിട്ട് അമ്മൻ്റെ കുട്ടി കുഞ്ഞുട്ടി. നമ്മൾ സ്വർണ്ണേച്ചി വെച്ചുകൊണ്ടുവന്ന രസം നല്ല അടിപൊളി രസമൊക്കെയാണ് വെച്ചുകൊണ്ടുവന്ന്. നമുക്ക് ഇളവനും തക്കാളിയും മോരൊഴിച്ച് കറി വെച്ചിട്ടുണ്ട്. രസത്തിൻ്റെ ഭംഗി കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക്. നമ്മളെ സ്വർണ്ണേച്ചി എനിക്ക് നടുവേദന എന്നിട്ട് എക്സസൈസ് കേട്ടെ. എങ്ങനെയാണ് ചേച്ചി ഒന്ന് പറഞ്ഞു. എങ്ങനെ അല്ല ഈ ഇരുന്നത് ഇപ്പൊ കാണിക്കേ. എക്സസൈസ് ആണ് നമ്മളെ സ്വർണ്ണേച്ചി. പിന്നെ
എന്റെ ഡെക്സ് അടുത്ത് ഇനി ഇങ്ങനെ ചമ്രം പടിഞ്ഞിരുന്നിട്ട് എന്താണ് ചെക്കൻ ബേബി എന്താ കണ്ടു വെച്ചിട്ട് ഇല്ല നല്ല എടുത്തില്ല. ശ്വാസം വിടട്ടോ അല്ലേ? എങ്ങനെയാണ് ശരിക്കും കുലുങ്ങിട്ട് കഴിഞ്ഞു. ഇനിയോ മാമിന്റെ എക്സസൈസ് ഉണ്ടല്ലേ നിന്നിട്ടുള്ളതൊക്കെ കാണിച്ചു തന്നായി. നിന്നിട്ടുള്ള കാണിച്ചു ഇതാ നമ്മളെ സ്വർണ്ണിച്ച് ചെയ്യുന്ന എക്സസൈസ് എനിക്ക് ചെയ്യാൻ പറഞ്ഞത് അതാ. ഞാൻ നടുവേദന എന്ന് പറഞ്ഞപ്പോ സ്വർണ്ണിച്ച് വെച്ച് കാണിച്ചു. ഇങ്ങനെയൊക്കെ എന്നോട് ചെയ്യാനാണ് പറയുന്നത്. ഇതൊക്കെ 100 പ്രാവശ്യമൊക്കെ ആക്കിയിട്ടാണോ അല്ല പോവുക പണിക്ക്. അപ്പൊ ഡെക്സ് പഠിച്ചാ ഡെക്സ് പഠിച്ചാ ചെയ്യാ ഇജ്ജ് പഠിച്ചിട്ട് അല്ല എന്റെ കുട്ടികളൊക്കെ എക്സസൈസ് പഠിച്ചിട്ടാ ദൈവേ. ആ അമ്മക്കൊരു കണ്ടന്റ് ഇത് കിട്ടി. വേവന്റെ ഒരു എക്സസൈസ് നല്ല മുണ്ട് മെഷൊക്കെ ഉണ്ട്. എനിക്ക് അങ്ങോട്ടാ പോകുന്നത്. ഹായ് ഹലോ, നമ്മളിന്ന് കഥയൊന്നും പറയണില്ല. നമ്മളെ ഉണ്ണിക്കുട്ടൻ നാളെ മലയ്ക്ക് പോവാണ്. അപ്പം പിന്നെ അതിൻ്റേതായ ഒരുക്കങ്ങളിലൊക്കെ ആയിരുന്നു. പിന്നെ എൻ്റെ കുട്ടികൾക്കൊക്കെ ഞാൻ നിന്നിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. എൻ്റെ കുട്ടികളൊക്കെ ഹൃദയം നിറഞ്ഞ സ്നേഹവും സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഉണ്ണിയേട്ടനൊക്കെ നല്ല സുഖകരമായിട്ട് മലയ്ക്കൊക്കെ പോയി വരണേന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കൂടെ നിങ്ങളും പ്രാർത്ഥിക്കുമെന്ന ശുഭപ്രതീക്ഷയോടെ നമുക്ക് ഗുഡ് നൈറ്റ് പറയാം. നാളെ ഏതാ ഡ്രസ്സ് ഇടണ്ടെന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ ഡെക്സ ബേബി നമുക്ക് പിന്നെ അപ്പം ഞാൻ വിചാരിക്കും ഒരു വൈറ്റ് ഡ്രസ്സുണ്ട് കുറേ എടുത്ത് വെച്ചിട്ട്. അപ്പം അതൊന്ന് തിരഞ്ഞു പിടിക്കണം. അപ്പം നമുക്കൊന്ന് തിരഞ്ഞാലോ? വരിക ഞാൻ വന്നോളൂ. അപ്പോൾ ഇസ്തിരി ഇടണ്ട ചേട്ടാ. ഒന്ന് തിരിയേട്ടാ. ഞാൻ ഇസ്തിരി ഇട്ടാണ് കറണ്ട് നമ്മൾ ഉണ്ണേട്ടാ നാളെ മലക്കോ. ഒരു ഗുഡ് നൈറ്റ് പറഞ്ഞാൽ ഉണ്ണേട്ടാ. എല്ലാരും അനുഗ്രഹം ഉണ്ടാവും തീർച്ചയായിട്ടും ഉണ്ടാവും. ഉണ്ണേട്ടാ നാളെ ഉണ്ണേട്ടൻ ദക്ഷിണ അങ്ങോട്ട് കൊടുക്കുമല്ലോ. അതിന് ചില്ലറയൊക്കെ വന്നു. മക്കൾക്ക് ആക്കി വെച്ച പൈസ ഒന്ന് കാട്ടുന്നേട്ടാ. മക്കൾക്കൊക്കെ 50 ഉറുപ്പ്യ, മക്കൾ 100 ഉറുപ്പ്യ വെച്ച കൊടുക്കൂട്ടോ. അമ്മാരി മക്കളാ. അയ്യോ എന്തൊരു ഫിഷ്കത്തരാണ് എൻ്റെ ഉണ്ണിയേട്ടന്. ചെറുപ്പം മുതലേ പഴം ഏട്ടന് വിറ്റ് പൈസ ആക്കണം ഉണ്ണിയേട്ടന്. നമ്മളെ വെള്ള ചുരിദാർ കണ്ടുപിടിച്ച് നമ്മൾ ഇസ്തിരിടുമ്പോൾ നമ്മൾ ഉണ്ണിയേട്ടൻ പറഞ്ഞ കേട്ടില്ലേ? ഇതൊക്കെയാണ് നമ്മളെ ഉണ്ണിയേട്ടൻ. അപ്പോൾ ബായ്. ഉണ്ണിയേട്ടന് ചപ്പാത്തിയൊക്കെ കൊടുത്ത് വന്നതാണ് ഞാൻ. അപ്പോൾ ഞാൻ ഹായ് ടാറ്റ ബൈ ബൈ പറഞ്ഞില്ലല്ലോ എൻ്റെ കുട്ടികളോട്. അപ്പോൾ ടാറ്റ ബൈ ബൈ. എല്ലാവർക്കും സുഖനിദ്ര, ശുഭനിദ്ര, ഗുഡ് നൈറ്റ്, ലവ് യു. ചക്കരമ്മ കേട്ടാ. എൻ്റെ കുട്ടികളൊക്കെ സുഖനിദ്രയിൽ ഇറങ്ങിക്കോളും. നല്ല പുലരിക്കായി കാത്തിരുന്നോളും. നാളെ നമുക്ക് നല്ല പുലരിയില്ലേ? ഞായറാഴ്ച നല്ല ദിവസമായിരിക്കട്ടെ എൻ്റെ കുട്ടികൾക്കും നമുക്കും.